ഹലോ ഗൈസ്, ട്രാവൽ ടെയിൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് അൽ ഖുബൈബ മെട്രോ സ്റ്റേഷനിലെ അൽ ഖുബൈബ പാർക്കിലാണുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അൽ ഖുബൈബ പാർക്കിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കാണുന്നതിന് മുന്നേ കാരണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ മറക്കല് കേട്ടോ. ഇതാണ് അൽ ഖുബൈബ പാർക്കിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഒരു 4 മണി 5 മണി സമയങ്ങളിലാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടൈം. ഇവിടെ നല്ല നല്ല മരച്ചുവടുകളും തണലുകളും നൽകുന്ന കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഒരു റെസ്റ്റൊക്കെ കിട്ടുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു ഓഫൊക്കെ കിട്ടുന്ന ഒരു ടൈമിൽ ഇവിടെ വന്നൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കണ്ട. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. ദുബായിലെ ഏകദേശം ആളുകൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കും കൂടിയാണ് ഈ അൽ ഖുബൈബ പാർക്ക്. ഇവിടെ ചെറിയ ചെറിയ ഇടനാഴികളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഈ ഇടനാഴികൾ കൂടി നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഇടനാഴികൾ കൂടി നടന്ന് നമ്മളെത്തുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് അബ്രയുണ്ട് ഒരു ദിറംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ അപ്പുറത്ത് കാണുന്നത് ദേരയാണ്. ഇവിടുത്തെ സൺസെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പഴയ കാല രീതിയിൽ ഇതുണ്ടാവും. ഇതെല്ലാം കളിമണ്ണില്ലേ, കളിമണ്ണ് കൊണ്ട് വെച്ചുണ്ടാക്കിയ ഇഷ്ടികയും കാര്യങ്ങളൊക്കെയാണ്. പഴയ ഒരു മോഡൽ ദുബായ് എങ്ങനെയാണോ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് അതുപോലെ ഒരു കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് ബോട്ട് ജെട്ടി വരുന്നത്. ഈ നമ്മുടെ ഈ കാണുന്ന സീനറിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു 6 മണി 7 മണി ആ ടൈമിൽ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്ന് സായാഹ്നം ആ ഡിന്നർ ഇതൊക്കെ ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നതാണ് ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ കനാലിൻ്റെ സൈഡിലെല്ലാം കാണാം ചെറിയ ചെറിയ സീറ്റൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത്. ഇതൊരു 6 മണി 7 മണി ആ ടൈമിലേക്ക് ചായ കുടിക്കാനും അതുപോലെ ഡിന്നറിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഫില്ലാവും, ഫുള്ള് കപ്പിൾസും ലവേഴ്സെല്ലാം. ഇത് ഈ കനാലിൽ കൂടെയുള്ള സർവീസാണിത്. നമ്മുടെ നാട്ടിലെ ബോട്ട് സർവീസ് പോലെ നടത്തുന്ന ഒരു സർവീസാണ് ഇവിടെ. ഇതാണ് ബോട്ട് ജെട്ടി ഇവിടുത്തെ ഖുബൈബയിലത്തെ. ഇത് ഇവിടെ പഴയകാല മസ്ജിദും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഖുബൈബ പാർക്കിനകത്ത് തന്നെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ മക്തൂം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണ്. കാണിച്ചു തരാം കേട്ടോ. ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സാഹിദ് അൽ മക്തൂം. ഇതിൻ്റെ അത് ജസ്റ്റ് കുറച്ച് കാഴ്ചകളുണ്ട് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്കത് കണ്ടു നോക്കാം. ഇത് പഴയ മോഡൽ വീടും കാര്യങ്ങളൊക്കെയാണ്.
ഇത് പഴയ മോഡൽ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ്. ഇത് പഴയ ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണെന്ന് തോന്നുന്നു പണ്ട് കളിപ്പാട്ടം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു. ഇതുണ്ടോ നമ്മുടെ കാപ്പിക്കുരിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇത് കൊള്ളാട്ടെ. ഇത് പഴയ മോഡൽ ടി വി ഉണ്ടോ, പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കയറി കാണുന്നതിന് ഫ്രീ ആണ് കേട്ടോ, സെപ്പറേറ്റ് പൈസ കൊടുക്കണ്ട. ഇത് പണ്ടത്തെ മറ്റേ എമറാത്തി ആയിട്ടുള്ള പെണ്ണുങ്ങൾ മുടി പിന്നുന്ന ഒരു ഫോട്ടോ അല്ല, ഒരു പടം വരച്ച് വെച്ചേക്കുന്നതാണ്. പഴയ മോഡൽ റേഡിയോ ഉണ്ടോ, സെൻട്രലിൻ്റെ റേഡിയോ ആണിത്. ഇത് പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ റേഡിയോ. പിന്നെ ഓരോ ഭാവനയിലുള്ള ചിത്രകലയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഏതോ അറബി വരച്ച് വെച്ചേക്കുന്നതാണ് നിസ്കരിക്കുന്നത്. പിന്നെ നമ്മുടെ മരുഭൂമിയിൽ പൂഴിമണ്ണ് വരുന്നത്, പിന്നെ അറബി പെണ്ണുങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ആസ്വദിച്ച് ഉപയോഗിക്കുന്നത്, പിന്നെ ഒട്ടകത്തിൻ്റെ കാല്, മുഖം മറയ്ക്കുന്ന മഫ്തയുടെ കണ്ണുകൾ, പൂഴിമണ്ണിൽ കളിക്കുന്നത്, ഒരു അറബി പിതാവും അറബി മകനും തമ്മിലുള്ള ബന്ധം. ഇത് പണ്ടത്തെ യുദ്ധത്തിൻ്റെ മോഡലാണെന്ന് തോന്നുന്നു വരച്ചു വെച്ചിരുന്നത്. കടലിൽ കാറ്റ് കൊള്ളുന്നൊരു പെൺകുട്ടി. പണ്ടത്തെ ദുബായിയുടെ അസ്തമയവും കാര്യങ്ങളൊക്കെയാണ് പടം വരച്ച് വെച്ചേക്കുന്നത്. ഇതുണ്ട് പഴയ മോഡൽ പെട്ടിയാണിത്. പഴയതാണ് കേട്ടോ. ഇത് ഇത് നമ്മുടെ ഇതിൻ്റെ കൊട്ട, പഴയ കൊട്ട ഇതെവിടെ വെച്ചേക്കുന്നതാണ്. അതുപോലെ എടുത്ത് വേറെയും കൂടെ കാഴ്ചകളുണ്ട്. എൻ്റെ പണ്ട് ഫുഡ് കഴിച്ചിടുന്ന ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ അകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പും. അതിൻ്റെ അകത്താണ് പാനീയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് സ്വസ്ഥമായിട്ടാണ് കഴിക്കുന്നത്. പഴയ മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് രാജകീയമായിട്ടുള്ള. ഇത് കണ്ട, ഈ സാധനമാണ് ഒരു മുഖം മറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എമറാത്തികൾ. ഇത് പഴയ രാജാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് വല്ലാത്തൊരു കാഴ്ച കേട്ടോ. പൊരി വേലത്ത് ഇങ്ങനെ നിൽക്കുമ്പം പുൽച്ചെടി നനയ്ക്കുന്ന ഒരു ഇതാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൂടുതലും ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും പറയുന്നത് നേപ്പാളി പാർക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. നേപ്പാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്.
അതുകൊണ്ടാണ് തോന്നുന്നു നേപ്പാളി പാർക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ലോക്കൽസിനെല്ലാം അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്ര നേരം കണ്ട എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ മൈ ചാനൽ.